ദയവായിട്ടിരുന്നാട്ട്. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഇന്ന് രാത്രി എബ്രായലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 6. ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി ആ വാക്യം ഒന്ന് വായിച്ചത്. എബ്രായലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ആഴ്ചയിൽ നമ്മൾ ഈ ഭാഗമാണ് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ വേർഡ് നമ്മൾ കണ്ടു. ഫസ്റ്റ് വേർഡാണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. എന്നാൽ എന്നുള്ള വേർഡ് എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു? അതിൻ്റെ മുൻപിൽ പറയപ്പെട്ട ഒരു വിഷയമുണ്ട്. 5-ാമത്തെ വാക്യം കൂടെ, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു. ആ വാക്യമാണ് കൊണ്ട് അവസാനിപ്പിച്ചത്. അവൻ എടുക്കപ്പെട്ടതിന് മുമ്പ് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള സാക്ഷ്യം അവനുണ്ടായി, ഹാനോക്കിനുണ്ടായി. എന്ത് ആണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട ആവശ്യം? നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയത്, ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ നശിച്ചു പോയി. ദൈവത്തെ പ്രസാദിപ്പിച്ചവർ ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത നാട്ടിലേക്ക് ചെന്നെത്തി. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആകിത്തീരണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. എങ്ങനെ പ്രസാദിപ്പിച്ചു നമ്മൾ മനസ്സിലാക്കി? വിശ്വാസത്താൽ. ദൈവം ഹാനോക്കിനോട് പറഞ്ഞത് അക്ഷരികമായിട്ട് ഹാനോക്ക് വിശ്വസിച്ചു. എല്ലാവരും മരിക്കും എന്ന് തൻ്റെ മുൻപിൽ കാഴ്ച കാണുമ്പോൾ താൻ ഒരു കാര്യം മനസ്സിലാക്കി. ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ താൻ മരിക്കയില്ല, താൻ ജീവനോടുകൂടി എടുക്കപ്പെടും. അതവൻ്റെ മുൻപിൽ ഒരു കാഴ്ചപ്പാടായിരുന്നു. അതാണ് വിശ്വാസമായി വന്നത്. ആ വിശ്വാസമാണ് ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടത്. പക്ഷേ ആ എടുക്കപ്പെടുന്നതിന് മുമ്പ് എന്താവശ്യമായിരുന്നു? പ്രതികൂല സാഹചര്യങ്ങളിൽ ഹാനോക്ക് നിന്നപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം ഹാനോക്ക് വെളിപ്പെടുത്തി എന്നുള്ളതാണ് പ്രാധാന്യമായ കാര്യം. ശ്രദ്ധിക്കണം, വിശ്വാസം വെളിപ്പെടുത്തേണ്ടത് അനുകൂല സാഹചര്യങ്ങളല്ല, പ്രതികൂല സാഹചര്യങ്ങളിൽ. അവിടെയാണോ എൻ്റെയും നിങ്ങളുടെ വിശ്വാസം ആക്റ്റീവായിട്ട് വെളിപ്പെടുത്തേണ്ടത്. എന്താണ് ഇവിടെ പറഞ്ഞത്? എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ ആർക്കും പ്രസാദിപ്പാൻ കഴിയുകയില്ല. എന്നിട്ട് എന്താണ് ആ വേർഡ് ചൂണ്ടിക്കാണിച്ച? പ്രധാനമായിട്ട് 2 ചിന്തകളാണ് നമ്മൾ അതിനകത്ത് ചിന്തിച്ചത്. ഒന്നാമത്തെ ചിന്ത നമ്മൾ ചിന്തിച്ചത്, ഒരു പ്രവൃത്തിക്കും ദൈവത്തെ, ഒരു പ്രവൃത്തി കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. ഏത് കർമ്മം ചെയ്താലും, ഏത് ക്രിയ ചെയ്താലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്താലും ആ ചെയ്യുന്നതൊക്കെ വിശ്വാസത്തിൽ നിന്ന് അല്ല ഉണ്ടായതെങ്കിൽ, അഥവാ ദൈവം ആഗ്രഹിക്കുന്ന വിധമല്ല എങ്കിൽ അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, നാം ചെയ്യുന്നതായിരിക്കുന്ന ട്രഡീഷൻസ് അത് ദൈവത്തെ പ്രസാദിപ്പിക്കും എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അതാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. നമ്മുടെ പ്രവൃത്തി എന്ന് നമ്മൾ മീൻ ചെയ്യുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ഉള്ള ചില ആചാരങ്ങൾ, ചില കർമ്മങ്ങൾ, അതല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. 2 നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നത് വിത്തൗട്ട് വർക്ക്. ഇതിൽ കൂടെ ഒന്ന് മനസ്സിലാക്കി, ഈ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തൊക്കെയും പാപം തന്നെ. അതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അവസാനിപ്പിച്ചത്. എന്തെല്ലാം വിശ്വാസം ഉത്ഭവിക്കുന്നില്ലയോ, ഏതെല്ലാം അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ആകത്തുക, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വിശ്വാസത്തിൽ നിന്നാകുന്നില്ലയോ, അതിനകത്ത് പാപമുണ്ട്. വിശ്വാസത്തിൽ നിന്ന് എന്ത് ഉത്ഭവിച്ചില്ല എങ്കിലും അതിനകത്ത് പാപമുണ്ട്. എൻ്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും അതാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഏത് സ്റ്റെപ്പ് നമ്മൾ എടുത്താലും അതിനകത്ത് ദൈവത്തിലുള്ള വിശ്വാസമാണ് വെളിപ്പെടുത്തേണ്ടത്. ദൈവത്തിലുള്ള വിശ്വാസം വെളിപ്പെടുത്താതെ നമ്മൾ മുൻപോട്ട് കടന്നു പോകുന്നുവെങ്കിൽ, അത് ഏത് പ്രവൃത്തിയാകുന്നുവെങ്കിലും അതിനകത്ത് പാപം കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ വേലയിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാതെ ഇവിടെ വന്ന് നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ നിൽക്കുന്നത് ദൈവത്തിന് മുൻപാകെ പാപമായിട്ട് കാണുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്നുവോ, നമ്മൾ ഏത് ലെവലിൽ നമ്മളായിത്തീരുന്നുവോ, എന്തെല്ലാം നമ്മൾ ചെയ്യണമോ, ഇതെല്ലാം ദൈവം നമ്മൾ കൂടെ ആഗ്രഹിക്കുന്നത് വിശ്വാസത്താൽ ആയിരിക്കണം. അതിൻ്റെ തുടക്കം വിശ്വാസം, അതിൻ്റെ തുടക്കമുണ്ടായിരിക്കണം.
നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണോ വിശ്വാസത്താൽ തുടക്കപ്പെടുന്നത്. ഏത് വിഷയവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവമേ നീയാണ് എന്നെ നടത്തേണ്ടത് എന്നുള്ള നമ്മുടെ വിശ്വാസമാണ് വെളിപ്പെടുന്നത്. വാഹനം ഓടിക്കുവാൻ കയറിയിരിക്കുന്നു, ദൈവമേ ഈ വാഹനം തൃക്കരങ്ങളിലേക്ക് ഞാൻ തരുന്നു, എന്നെ സൗഖ്യത്തോടെ കൊണ്ട് എത്തിക്കണമേ എന്ന് ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന തന്നെ ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസമാണ് വെളിപ്പെടുത്തുന്നത്. എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഓടിക്കുന്നു എന്നുള്ളതല്ല. ഓടിക്കാൻ ഞാൻ എക്സ്പേർട്ടായിരിക്കാം, പക്ഷെങ്കിൽ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ജീവിതത്തിൻ്റെ ഏത് സ്റ്റെപ്പുകൾ നമ്മളായിരുന്നാലും, ഏത് സാഹചര്യങ്ങൾ എന്ത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്നത് വിശ്വാസത്താൽ നിന്നാണ് ഉത്ഭവിക്കേണ്ടത്. ദൈവത്തിലുള്ള വിശ്വാസം അതിനകത്ത് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ദൈവമക്കളുടെ ജീവിതത്തിൽ അവർ എന്ത് ചെയ്യുന്നുവോ ആ ചെയ്യുന്നതിനകത്ത് ദൈവത്തിലുള്ള വിശ്വാസം വെളിപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിലുള്ള വിശ്വാസം വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം 1 യോഹന്നാൻ ലേഖനത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കി, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തൊക്കെയും പാപം തന്നെയാണ്. ഇതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി, എന്താണ് റിച്വാലിസം. റിച്വാലിസം കൊണ്ടല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെയോ എന്താണ് ആവശ്യമായി. ഇന്ന് രാത്രി അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ 6-ാമത്തെ വാക്യം വേഴ്സ് വളരെ ശ്രദ്ധയോടുകൂടെ ഇന്ന് രാത്രി ആയിരിക്കണം. ദൈവം എന്തിനു വേണ്ടി വചനം അയക്കുന്നുവോ അത് വെറുതെ അല്ല ദൈവത്തിൻ്റെ വചനം അയക്കുന്നത്. ദൈവത്തിനൊരു പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസ് ഇന്ന് രാത്രി ഇവിടെ നിറവേറ്റപ്പെടണം. വചനം അതിൻ്റെ അധികാരത്തോടെ വെളിപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. ഒരുപക്ഷെ നമ്മൾ എബ്രായലേഖനം പഠിക്കുന്നവരാണ്. പഠിക്കുന്നത് കൊണ്ട് ഇന്ന് ഈ വാക്യം കൊണ്ടുവന്നു എന്നുള്ളതല്ല. നമ്മൾ പഠിക്കുന്നതുകൊണ്ടാണ് വന്നതെങ്കിലും ഇന്ന് ഈ വേർഡ് പഠിപ്പിക്കുന്നതിൽ ഇന്ന് കടന്നു വന്നവരെക്കുറിച്ച് ദൈവത്തിനൊരു പേർപ്പസ് ഉണ്ട്. ആ ദൈവത്തിൻ്റെ ഉദ്ദേശം ഇന്ന് രാത്രി എന്നിൽ കൂടെ നിറവേറ്റപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ശക്തിയോട് ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവത്തിലുള്ള ബഹംദലബക്കാലബലബ, ദൈവത്തിൻ്റെ വലിയ തേജസ് ഇന്ന് രാത്രിയിൽ ഈ ഹോളിൽ പരിപുടമായുള്ള ബഹംദലബക്കാലബലബ. ദൈവമക്കളെല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വീഴുന്ന വിത്ത് ഹംദലബക്കാലബലബ നല്ല നിലത്ത് വീണ വിത്തിൻ്റെ അനുഭവത്തിലാകട്ടെ, ഒരു നല്ല നിലമായി മാറ്റപ്പെടട്ടെ. ഹല്ലേലൂയ. ഉടയേണ്ടത് ഉടയട്ടെ, കട്ടകൾ ഒടിച്ച് നിരത്തേണ്ടത് ഇന്ന് രാത്രി നിരത്തുമാകട്ടെ. മഴ പെയ്യേണ്ടത് ഇന്ന് രാത്രി മഴ പെയ്യട്ടെ. ഹല്ലേലൂയ. ദൈവവചനം ആ നുറുമേനി വെളിവ് പ്രാപിക തടസ്സമായിട്ട് ഒന്നും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകരുത്. ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന വചനം എൻ്റെ ദൈവമേ യെസ് മൈ ഫാദർ വി താങ്ക് യു. ദൈവശക്തി ശക്തമായിട്ട് ഇവിടെ വ്യാപരിക്കുവാൻ പോകുക. ദൈവക്കളുടെ യെസ് മൈ ഫാദർ വി താങ്ക് യു, മൈ മാസ്റ്റർ വി താങ്ക് യു. അരുമനാഥ ഞങ്ങളുടെ വാഴ്ത്തുന്ന കർത്താവേ, ദേവനെ ഞങ്ങളുടെ വാഴ്ത്തുന്നപ്പ. ജനം എല്ലാവരും കണ്ണുകൾ അടച്ചാൽ എല്ലാവരും ഒരുങ്ങിയാട്ട്. ഓ ഒരു നാമത്തെ ക്ലാസ് ആയിട്ടല്ല, ഇത് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നുവെന്ന് കൽപ്പിച്ചവനെ ഇന്ന് രാത്രി അധികാരം ഇന്ന് രാത്രി ഞാൻ ഇവിടെ വിനിയോഗിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അത്ഭുതത്തിന്റെ പ്രവൃത്തികൾ ഇവിടെ വെളിപ്പെടട്ടെ. ദുഷ്ടന്റെ തീയമ്പുകൾ ഇന്ന് രാത്രി ഇവിടെ ഉടയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് കേൾക്കുന്ന വചനം വിതയ്ക്കപ്പെടുന്നത് ഒരിക്കലും ശത്രു കൊണ്ടുപോകുവാൻ ഇടയാകാതെ ഇന്ന് രാത്രി മേനിയായി വിളയട്ട് കർത്താവേ, അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുവാൻ സഹായിച്ചാട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ പറയുന്നു എന്താണ് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. താഴെ പറയുന്ന ഒരു വേർഡ്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയയില്ല. എന്നിട്ട് ദൈവത്തിന്റെ ദാസനെ പറയുന്നു, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ. ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നവർ ചിലത് മനസ്സിലാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്.
നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നു, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നുവെന്ന് എബ്രായലേഖന കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ എന്താണ് വാസ്തവമായിട്ട് താൻ അതിൽ കൂടെ ആഗ്രഹിക്കുന്നത്? 1, 2, 3 വാക്യങ്ങൾ എബ്രായലേഖനം നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ഈ വാക്യം നമുക്ക് മനസ്സിലാക്കാം. എബ്രായലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 16. ശ്രദ്ധിക്കുക, വേർഡ് പറയുന്നു, തൽസമയം ദൈവത്തിൻ്റെ കരുണ ലഭിപ്പാൻ തക്കവണ്ണം നാം അവൻ്റെ കൃപാസനത്തിലേക്ക് അടുത്തു വരിക. അപ്പോൾ അടുത്തു വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് അടുത്തു വരിക. ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് അടുത്തു വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതെങ്കിലും അപേക്ഷ കഴിക്കുവാനായിരിക്കാം അവൻ്റെ കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. ഒരുപക്ഷെ ആരാധിപ്പാനായിരിക്കാം കടന്നു വരുന്നത്, എന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ ഒരു കാര്യം അതിനകത്ത് അടങ്ങുന്നുണ്ട്. ഈവൻ ദൈവത്തോട് എൻ്റെ പെറ്റീഷൻ ഞാൻ അർപ്പിക്കുന്നതായിക്കൊള്ളട്ടെ, ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നതായിക്കൊള്ളട്ടെ, ഇതിനകത്ത് എന്തായിരുന്നാലും അതിനകത്തുള്ളത് ഒരാരാധനയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരിക എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. 1, 2, 3 വാക്യങ്ങളുടെ 7-ാം അധ്യായം ഹീബ്രൂസ് ചാപ്റ്റർ 7 വേഴ്സ് 19 വേഴ്സ് 25, 7-ാം അധ്യായം 19-ാമത്തെ വാക്യം 25-ാമത്തെ വാക്യം. ഏറെ നല്ല പ്രത്യാശയ്ക്ക് ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു, ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരും. വേഴ്സ് 25, ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുവാൻ വേണ്ടി ജീവിക്കുന്നവൻ. വേഴ്സ് ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 1 and 22. അടുത്ത് വരുന്നവർക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു. വേഴ്സ് 22-22. അപ്പോൾ ഇവിടെ അടുത്തു വരിക എന്ന് എബ്രായലേഖന കർത്താവ് വിളിച്ച് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി കടന്നു വരിക. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് പാപക്ഷമയായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള യാഗം നമ്മൾ കഴിക്കുന്നതായിക്കൊള്ളട്ടെ, നമ്മൾ എന്ത് തന്നെ നമ്മൾ ചെയ്യുന്നുവോ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ നിങ്ങളും അടുക്കുമ്പോൾ ഞാൻ നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തെ ആരാധിക്കുക. ദൈവത്തിൻ്റെ പ്രസൻസിൽ നമ്മളായിരിക്കുമ്പോൾ ചെയ്യുന്നത് എന്തായിക്കൊള്ളട്ടെ. ആരാധന എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആരാധന എന്ന് പറയുന്നത് കൈയടിച്ച് പാടുന്നത് മാത്രമല്ല. ആരാധന എന്ന് പറയുന്നത്, ആരാധനയ്ക്ക് ഒരു നിർവചനം കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ ആ നിർവചനം ഇങ്ങനെയാണ്: ഗിവ് റെവറൻസ് ടു ഗാഡ്. ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാനമാണ് ആരാധന എന്ന് പറയുന്നത്. അത് ഏത് രീതിയിൽ ഞാൻ അർപ്പിച്ചാലും അതൊരാരാധനയാണ്. അതൊരാട്ടിൻകുട്ടിയും കൊണ്ട് ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവന്നാലും അതൊരാരാധനയാണ്. ദൈവത്തിന് മുൻപിൽ ഞാൻ വന്നിട്ട് ദൈവമേ നീ നല്ലവനെന്ന് എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ അത് ആരാധനയാണ്. ദൈവത്തിന് മുൻപിൽ ഞാൻ ദൈവം എനിക്ക് തന്ന അനുഗ്രഹത്തിൽ നിന്ന് കൊടുക്കുന്നത് ഒരാരാധനയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ആരാധിക്കുവാൻ, ആരാധന എന്ന് പറയുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനമാകുന്നുവെങ്കിൽ ആ ബഹുമാനം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, ദൈവത്തെ ആരാധിപ്പാൻ തക്കണം നമ്മളായിരിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ ഭവനത്തിലായിരിക്കാം, നമ്മുടെ നടപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആലയത്തിലേക്ക് കടന്നു വരുന്ന സമയത്തായിരിക്കാം. എവിടെ നമ്മളായിരിക്കുന്നുവോ നമ്മൾ ആരാധനയ്ക്ക് നമ്മൾ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ ദാസൻ നമ്മളോട് ഇന്നാലോചന പറഞ്ഞു തരുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആരാധന കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി ഫെയ്ത്ത്, അതിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം വെളിപ്പെടുന്നുവെങ്കിൽ അതിന് അടിസ്ഥാനപരമായിരിക്കുന്ന 2 ബേസിക് റീസൺസ് ഉണ്ട്. അടിസ്ഥാനപരമായിരിക്കുന്ന 2 കാരണമുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ദൈവം ഹീ ഈസ് ദേർ. ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഗാഡ് ഈസ് ദേർ, ദൈവം ഉണ്ട് എന്നുള്ള ബോധ്യം. അതാണ് വിശ്വാസത്തിൻ്റെ ഒന്ന് ആയിരിക്കുന്നത്, ദൈവം ഉണ്ട് എന്നുള്ളത്. 2, ദൈവത്തിൻ്റെ നേച്ചർ. എന്താ ദൈവത്തിൻ്റെ നേച്ചർ? ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ദൈവം നന്മകൾ നമുക്ക് നൽകി തരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, എന്നാൽ ഇന്ന് രാത്രി ആ വിഷയത്തിൽ ഞാൻ ഡീറ്റെയിലാണ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുകയാണ്. അപ്പോൾ ഇവിടെ ആരാധനയ്ക്ക് വേണ്ടി ദൈവ
ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, അത് ആരുമായിക്കൊള്ളട്ടെ, ഒരു ലോകമനുഷ്യനായിക്കൊള്ളാം, ഒരു ആത്മീയനായിക്കൊള്ളാം, ഏത് വ്യക്തിയുമായിരുന്നാലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവസന്നിധിയിൽ കടന്നു വരുന്നവർ മനസ്സിലാക്കേണ്ട രണ്ട് അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങൾ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്താണ് ഒന്നാമത്തെ കാര്യം? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. God is there. ഒന്നാമത് വിശ്വസിക്കേണ്ടത് ദൈവമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദൈവമുണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമില്ല എങ്കിൽ ഞാൻ എത്ര വട്ടം പോയി ആരാധന കഴിച്ചാലും അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ലേ. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് നമ്മളിപ്പോൾ പഠിക്കുകയുണ്ടായി, ഏത് ഭക്തിക്കാണെങ്കിലും അതിനൊരു ശക്തിയുണ്ട്, ഏത് ഭക്തിയാണെങ്കിലും അതിനകത്തൊരു ശക്തിയുണ്ട്. എന്നാൽ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഫറവോനെയോ അല്ലെങ്കിൽ മിസ്രൈമിൻ്റെതായിരിക്കുന്ന മന്ത്രവാദികളെയോ ജയിക്കുന്നതായിരിക്കുന്ന ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഈ മിസ്രൈമ മന്ത്രവാദികൾക്ക് ശക്തി ഇല്ല എന്നല്ല, പക്ഷേ മിസ്രൈമ മന്ത്രവാദികൾക്ക് ശക്തിയുണ്ട്. അതല്ല സൂപ്പർ പവർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനെ അതിജീവിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഇതിനെ മറികടക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ദൈവം എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മൾ അറിയേണ്ടത്, ആ ദൈവത്തിൻ്റെ അടുക്കൽ ഞാൻ നിങ്ങൾ വന്നിരിക്കുമ്പോൾ ലോകത്തുള്ള മറ്റ് സകല ശക്തികളെക്കാൾ വലിയവൻ്റെ അടുക്കലാണ് ഞാൻ നിങ്ങളും ആയിരിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് കാര്യമാണ്. ഗോഡ്സ് പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപയാൽ പഴയ നിയമത്തിൽ ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്, കടന്നു വന്നു ദൈവത്തെ ആരാധിച്ചു. പുരോഹിതൻ ഒരു വേർഡ് പറഞ്ഞു, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞപ്പോൾ ആ വേർഡ് കേട്ട് മടങ്ങിപ്പോയി. അവരുടെ ജീവിതത്തിൽ യാതൊരു അനുഭവങ്ങളുമില്ല. എന്നാൽ കൃപയാൽ 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 പുതിയ നിയമത്തിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും, ഞാൻ നിങ്ങളും അന്ധമായിരിക്കുന്ന ഒരു ദൈവത്തെയല്ല ആരാധിക്കുന്നത്, അന്ധനായിരിക്കുന്ന ഒരു ദൈവത്തെയല്ല ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ഞാൻ നിങ്ങൾ കടന്നു വരുമ്പോൾ എനിക്കും നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, ദൈവ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടെന്ന്. എങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു? ദൈവ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞാൻ നിങ്ങളും അനുഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഇല്ലായിരുന്നുവെങ്കിൽ വന്നതുപോലെ പോയേനേയും യാതൊരു മാറ്റങ്ങളും ഉണ്ടാകത്തില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകത്തില്ല. എന്നാൽ ഇന്ന് എനിക്കും നിങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ പദവിയാണ് ദൈവ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത്. വെറും അന്ധമായിരിക്കുന്ന വാക്കുകൾ കൂടെ വിശ്വസിക്കുന്നവരല്ല ഞാൻ നിങ്ങളും. ഇന്ന് എനിക്കും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അനുഭവമാണ് ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്നുള്ളത്. കരങ്ങളുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവം എന്നോടുകൂടെ ഉണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ട്. ഇന്ന് രാത്രി ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ അടുക്കലാണ് ഇന്ന് രാത്രി നാം വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ആയിരിക്കാം, ബട്ട് മനസ്സിലാക്കണം, ഒരു വ്യക്തിയുടെ മുൻപിലല്ല നമ്മൾ വന്നിരിക്കുന്നത്, ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. കൊണ്ട് ആ ജീവനുള്ള ദൈവമാണ് എൻ്റെയും നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർത്തോണേ, ആ ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ അതിനുള്ള റെവറൻസ്, അതിനുള്ള ബഹുമാനം ഞാൻ നിങ്ങൾ കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആ ബഹുമാനം എനിക്കും നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ശ്രദ്ധിച്ചോണേ, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് വെറും ചിന്തിക്കാതെ, വെറും ബോധമില്ലാതെ ഇരിക്കേണ്ട ഒരു സാഹചര്യമല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു രാജാവിൻ്റെ മുൻപിൽ ഇരിക്കുവാൻ, ഭയത്തോടെ ഇരിക്കുവാൻ, അത് മര്യാദയ്ക്ക് ഇരിക്കുവാൻ അറിയാമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ജീവനുള്ള ദൈവത്തിന് മുൻപിൽ നിൽക്കുവാൻ എത്രത്തോളം മനസ്സിലാക്കുന്നത് ആവശ്യമാണ്. ദൈവമക്കൾ ദൈവ സാന്നിധ്യത്തിൽ കടന്നു വരുമ്പോൾ എത്രമാത്രം മോഡറേറ്റ് ആയിട്ട് ഡ്രസ്സ് ധരിക്കണമെന്നുള്ളത് അവർ മനസ്സിലാക്കണം. ഇതെന്തിനു വേണ്ടിയുള്ളതാ? ദൈവ സാന്നിധ്യത്തെ മനസ്സിലാക്കുന്നതുകൊണ്ടുള്ളതാ, ദൈവ സാന്നിധ്യത്തെ ബഹുമാനിക്കുന്നതുകൊണ്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയെങ്കിലും തോന്നിയ പോലെ വന്നിട്ട് തോന്നിയ പോലെ പോകുവാനുള്ള സ്ഥലമല്ല ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത്. ബഹുമാനം കൊടുക്കേണ്ട സ്ഥലമാണോ ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. സാന്നിധ്യത്തിൻ്റെ ബോധ്യം നിനക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവമുണ്ട് എങ്കിൽ ആ ദൈവത്തിൻ്റെ പ്രസൻസ് ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു ആക്റ്റീവ്നെസ് ആണ്, അതിനനുസരിച്ചുള്ള പ്രവൃത്തിയാണ് എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത്.
അതെങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? നിങ്ങൾക്കറിയാം ഇതെല്ലാം നടക്കുന്ന എങ്ങനെയാ? പുതിയ നിയമത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന മുഴുവൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ. വിശ്വാസത്താലാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ വിശ്വാസത്താലാണ് ദൈവ സാന്നിധ്യത്തിൽ വരുന്നതെങ്കിൽ, വിശ്വാസത്താലാണ് ദൈവത്തെ സ്വീകരിക്കുവാൻ വരുന്നതെങ്കിൽ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിനനുസരണമായിരിക്കും മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒരു വ്യക്തിയെ അറിയാം, അവൻ വല്ല ഷോപ്പിംഗ് മാളിലാണോ പോകുന്നത്, അവൻ ദൈവത്തെ ആരാധിക്കാനാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. തമ്മിൽ കണ്ടാൽ വിവരം മനസ്സിലാക്കുവാൻ സാധിക്കും. എങ്ങനെയാണെന്നറിയാമോ? ആഫ്റ്റർ ഓൾ അവരുടെ പുറമേയുള്ള രീതി ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവമുണ്ട്, ദൈവത്തിൻ്റെ അടുക്കലാണ് ഞാൻ ആയിരിക്കുന്നു എന്നുള്ള ആ വലിയ ബോധ്യം എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ വന്നതുപോലെ മാത്രമേ പോകത്തുള്ളൂ. അതുകൊണ്ട് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. എന്താ ഇവിടെ ആവശ്യമായിരിക്കുന്നത്? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട്. അവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതെങ്ങനെ എടുക്കുന്നു? ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ ഞാനത് മനസ്സിലാക്കുന്നു. ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണമേ, ജീവിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പ്, ദൈവത്തോടുള്ള ആരാധനയിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫെയ്ത്തിലാണ് ഞാൻ തുടങ്ങുന്നത്. പിന്നീടാണ് റിയാലിറ്റിയിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഏത് ജീവിതത്തിൽ എവിടെ നോക്കിയാലും ആദ്യത്തെ തുടക്കം വിശ്വാസത്തോടുകൂടി തുടങ്ങി, പിന്നീടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാമീപ്യം ഞാൻ മനസ്സിലാക്കുന്നത്. കടന്നു വരുന്നു, ദൈവം നമ്മുടെ നടുവിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനുള്ള കാരണം മറ്റൊന്നുമല്ല, ജീവനുള്ള ദൈവം നമ്മുടെ നടുവിൽ ഉള്ളത് കൊണ്ടാണ്. ഓർപ്പിക്കട്ടെ, ജീവിതത്തിൽ വേണ്ടത് ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തുകൊണ്ട് പാടുമ്പോൾ കൊയല്ല പാടേണ്ടത്. എനിക്കും നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കി ദൈവത്തെ ഞാൻ നിങ്ങൾ സ്തുതിക്കുവാൻ കടംപെട്ടവരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കൊരു ആക്റ്റീവ്ലി ഒരു ഇൻവോൾവ്മെൻറ്റ് ആരാധനയ്ക്കകത്തില്ല എങ്കിൽ എനിക്കും നിങ്ങൾക്കും ആരാധന കൊണ്ട് യാതൊരു അനുഗ്രഹം ഉണ്ടാകത്തില്ലേ. കഴിഞ്ഞ വെള്ളിയാഴ്ച ദൈവം നമുക്കൊരു റെവലേഷൻ തന്ന് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, രൂപവും ഭാവവും ഇല്ലാതിരുന്ന ഭൂമിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ രൂപം കൊടുക്കുവാൻ കാരണമായി തീർന്നുവെങ്കിൽ, അതേ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വ്യാപരിക്കുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല? മാറ്റം വരാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കുറവ് കൊണ്ടല്ല, മാറ്റം വരാത്തതിൻ്റെ കാരണം ഞാൻ ഏറ്റെടുക്കുന്നതിൻ്റെ കുറവ് കൊണ്ടാണ്. ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു സാധാരണപ്പെട്ടവൻ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ, ഞാൻ കടന്നു വന്നിരിക്കുന്ന ട്രിനിറ്റി ചർച്ചിൽ ഒരു കമ്മ്യൂണിറ്റി ഹാളിൻ്റെ മുകളിൽ അപ്സ്റ്റെയർ ഹാളിലാണ് എന്നുള്ളതല്ല ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഹോള് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമുക്ക് തന്നതാണ്. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട കാഴ്ചപ്പാട് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്കാണ് ഞാൻ വരുന്നുവെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. വീട്ടിൽ നിന്നേ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ് ദൈവത്തെ ആരാധിപ്പാൻ ദൈവസന്നിധിയിലേക്ക് വരുന്നു എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവിടെയാണ് വ്യത്യാസം കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഹാബേലിനെ കയ്യിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. ഇവരുടെ രണ്ടുപേരുടെ യാഗത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ളായിരുന്നു. വിശ്വാസത്താൽ ഹാബേൽ യാഗം കഴിച്ചു. ഹാബേലിൻ്റെ യാഗത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. വിശ്വാസമാണ് ഹാബേലിനെ കൊണ്ട് ഈ യാഗം കഴിപ്പിച്ചത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒന്ന് മനസ്സിലാക്കണം. ഹാബേലിൻ്റെ ജീവിതത്തിൽ ആദ്യം ഒരു വ്യത്യാസമുണ്ടായിരുന്നു. എന്തായിരുന്നു? അവൻ ദൈവത്തിന് പ്രസാദമായിട്ടാണോ ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്? എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ടല്ല ദൈവത്തിൻ്റെ അടുക്കൽ ആരാധിപ്പാൻ വന്നത്. പിന്നെയോ ആ ദൈവം ഒന്നാമത് പ്രസാദിച്ചത് ഹാബേലിലാണ്. ഹാബേലിൽ പ്രസാദിച്ച ശേഷമാണ് ഹാബേലിൻ്റെ വഴിപാടിൽ പ്രസാദിച്ചത്. അപ്പോൾ വിശ്വാസത്താൽ ഹാബേൽ കടന്നു വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. ദൈവ സാന്നിധ്യത്തിൽ ദൈവമുണ്ട് എങ്കിൽ എന്താണ് തൻ്റെ ആറ്റിറ്റ്യൂഡ്, താൻ എങ്ങനെയാണോ ദൈവസന്നിധാനത്തിൽ വരേണ്ടതെന്നുള്ളത് ആദ്യമായിട്ട് ഹാബേൽ മനസ്സിലാക്കി. ആ വിശ്വാസമാണ് രണ്ടാമത് ഹാബേലിനെ കൊണ്ടുവരുന്ന ദൈവത്തെ ആരാധിപ്പാൻ കൊണ്ടുവരുന്ന വിഷയത്തിന്മേൽ ഒരു മാറ്റം വരുത്തിയത്. കയീൻ വെറും നിലത്തിലെ അനുഭവം കൊണ്ടുവന്നപ്പോൾ ഹാബേൽ ഒരു കാര്യം മനസ്സിലാക്കി. നിലത്തിലെ അനുഭവം അല്ല എൻ്റെ ദൈവത്തിന് വേണ്ടത്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും പാപം ചെയ്ത് ദൈവത്തിൽ നകന്നു പോയപ്പോൾ ഇനിയും എനിക്ക് വേണ്ടത്, അതോടുകൂടെ എല്ലാവരും പാപികളായി തീർന്നപ്പോൾ എനിക്ക് വേണ്ടത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കുവാൻ തക്കവണ്ണം രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനം ഇല്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് വേണ്ടത് രക്തമാണെന്ന് മനസ്സിലാക്കിയാണ് ഹാബേൽ ആടുമാട് കൊടുന്നി എന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, എവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തത്? ഫെയ്ത്ത്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള വിശ്വാസം.
ദൈവത്തിൻ്റെ അടുക്കലാണ് ചെല്ലുന്നതെന്നുള്ള വിശ്വാസം ഹാബേലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഹാബേലിൻ്റെ ഹോൾ ലൈഫ് തൻ്റെ പ്രൊസീഡിയർ മുഴുവൻ ചേഞ്ചായി. നമുക്ക് പലപ്പോഴും ഇല്ലാത്തൊരു കാഴ്ചപ്പാടാണിത്. കാരണം നമ്മുടെ ജീവിതത്തിൽ പതിവിന് വിരുദ്ധമായിട്ടൊന്ന് ഉണ്ടാകണമെന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചുവെങ്കിൽ മാത്രമേ പതിവിന് വിരുദ്ധമായി ചിലത് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. മനസ്സിലാക്കണമേ പറയുന്നത്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട്. അവർ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, വിശ്വാസത്തോടുകൂടെ കടന്നു വരുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ അത് എന്ത് വെളിപ്പെടുത്തുന്നു നിങ്ങൾ മനസ്സിലാക്കണം. അവൻ ജെനുവിനാണോ അല്ലയോ എന്നുള്ളത് ആ വ്യക്തിയുടെ വരവെങ്കിൽ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. അവരുടെ പ്രസൻസ്. നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവ സാന്നിധ്യത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഗീവ് റെവറൻസ് ടു ഗാഡ്. ദൈവത്തെ മാനിച്ചുകൊണ്ട് കടന്നു വരിക, ദൈവത്തെ ആദരിച്ചുകൊണ്ട് കടന്നു വരിക. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ചില സ്റ്റെപ്സ്. പലപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യുവാൻ സാധ്യമല്ല. മറ്റുള്ള സമൂഹത്തിൽ അത് നടക്കുമായിരിക്കാം, മറ്റുള്ള സഭകളിൽ നടക്കുമായിരിക്കാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്നിൽ കൂടെ അത് വെളിപ്പെടുത്താനല്ല, അവരങ്ങനല്ലേ എന്ന് ചോദിക്കുവാനല്ല. ചോദ്യം ചോദിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. ഈ ദൈവത്തിൻ്റെ അടുക്കൽ ഞാൻ കടന്നു വരുമ്പോൾ എൻ്റെ ദൈവം അവിടെ ഉണ്ടെങ്കിൽ ഹൗ ഷുഡ് ഐ ബിഹേവ്? ഞാൻ എങ്ങനെയാകണം പെരുമാറേണ്ടത്? ഞാൻ എങ്ങനെയാകണം കടന്നു വരേണ്ടത്? എന്തായിരിക്കണം എൻ്റെ ആറ്റിറ്റ്യൂഡ്? നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ അവർ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഗാഡ് ഈസ് ദേർ. ദൈവം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾ ഒരു വാക്യം കൂടെ വായിച്ചോട്ടെ. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 8. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും, അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു. അതിനേക്കാൾ വളരെ വിലപ്പെട്ടതാണ് വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. അപ്പോൾ ദൈവം നിങ്ങളെ അറിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ദൈവം എന്നെ അറിഞ്ഞു, ഞാൻ ദൈവത്തെ അറിഞ്ഞു എന്ന് മാത്രമല്ല, ദൈവം എന്നെ അറിഞ്ഞു. ആ കാലങ്ങൾ, പണ്ടത്തെ കാലത്ത് എന്ത് ചെയ്തിരുന്നു? ദൈവങ്ങളല്ലാത്തവയ്ക്ക് അതിൻ്റെ മുൻപിലാണ് കടന്നു പോയിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ അതല്ല. അന്നത്തെ ദേവന്മാരുടെ ഒരു പ്രത്യേകതയിലല്ല ഇന്ന് കടന്നു വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിൽ ദേവന്മാരുടെ മുമ്പിൽ കടന്നു പോകണമെങ്കിൽ അതിന് പ്രത്യേകമായ ചട്ടങ്ങൾ പ്രമാണിക്കേണ്ടത് അന്ന് ഈ ലോകത്തിലെ മറ്റ് ആരാധനകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത്, ഈ ദൈവം ഈ നാളുകൾ ഇമ്മീഡിയറ്റ്ലി ശിക്ഷിക്കാത്തത് കൊണ്ടും ദൈവത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് ജനത്തിന് ബോധ്യമില്ലാത്തത് കൊണ്ടും ഏത് രീതിയിലും വരാനായിട്ട് ഒരു മടിയില്ല. ഏത് രീതിയിൽ വരാൻ ഒരു മടിയില്ല. കാരണം എന്നാ? ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നു. ആ സ്വാതന്ത്ര്യം നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം യൂസ് ചെയ്യുക. എന്ത് ചോദിച്ചാലും ഒന്ന് പറയാനുണ്ട്, ദൈവം വലിയ സ്വാതന്ത്ര്യം തന്നത്, പിന്നെന്തിനാ കെട്ടിവെക്കുന്നത്? കെട്ടിവെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ കടന്നു വരുന്നത് ദൈവ സാന്നിധ്യത്തിലാണ് എന്നുള്ള ബോധ്യമുണ്ടാകണം. ആ ബോധ്യത്തോടുകൂടെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെ വന്നാലും കുഴപ്പമില്ല. പക്ഷേ ആ ബോധ്യമാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ അടുക്കലാണ് വരുന്നത് എന്നുള്ള വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ്. വായിച്ചോട്ട്, അത് എബ്രായ ലേഖനം 11-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 27. ശ്രദ്ധിക്കുക, മോശയെക്കുറിച്ച് ദൈവത്തിന് നമ്മൾ ആ ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയി ചിന്തിക്കും. അവിടെ പറയുന്നു, വിശ്വാസത്താൽ എന്ത് ചെയ്തു? മോശ അദൃശ്യനായിരിക്കുന്ന ദൈവത്തെ കണ്ടതുപോലെ വിശ്വസിക്കിയാൽ. അപ്പോൾ ദൈവം അദൃശ്യനായിരുന്നു. പക്ഷേ അദൃശ്യനായിരിക്കുന്ന ദൈവമാണെങ്കിലും മോശയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഈ ദൈവത്തെ അതുവരെ കണ്ടിട്ടില്ല. മോശ ദൈവത്തെ കാണാൻ നിങ്ങൾക്കറിയാം. എപ്പോഴാ? സീനായ് മലയിൽ. ബട്ട് അതിനു മുമ്പ് മോശ ദൈവത്തിലായിരുന്നില്ലേ? ആയിരുന്നു. മോശയ്ക്ക് അറിയത്തില്ലായിരുന്നോ ദൈവം തന്നെ വിളിച്ചതിനാണെന്നോ? അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മോശ ഈ പ്രവൃത്തിയൊക്കെ ചെയ്തത്. എന്നാൽ എന്തുകൊണ്ടാണ് മോശ നീ ചെയ്തത്? മോശയ്ക്കറിയാം, എന്നെ കൊണ്ടാണ് ദൈവം ഈ ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ പോകുന്നത് അറിയാമെങ്കിലും
അത് എങ്ങനെ മനസ്സിലാക്കി? ദൈവത്തിൻ്റെ തേജോമയസ് വെളിപ്പെട്ടിട്ടല്ല മനസ്സിലാക്കിയത്. പിന്നെയോ അദൃശ്യനായിരിക്കും ദൈവത്തെ, കണ്ടിട്ടില്ലാത്ത ദൈവത്തെ താൻ കണ്ടതുപോലെ വിശ്വസിച്ചു. അതാ പ്രത്യേകത. ദൈവത്തെ അതുവരെ കണ്ടിട്ടില്ല, ദൈവത്തെ അതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ റെവലേഷൻസ് കടന്നു വരുന്നത് വരെ തനിക്ക് ദൈവത്തെ അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം താൻ മനസ്സിലാക്കി, ദൈവമുണ്ട് എന്നുള്ളത് താൻ മനസ്സിലാക്കി. അദൃശ്യനായിരിക്കും ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കി. എന്നെ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ ആകത്തുക അറിയാവുന്ന ഒരു ദൈവമുണ്ട്, എന്നെ പരിപൂർണമായി നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ എല്ലാ വിഷയങ്ങളും അറിയാവുന്ന ഒരു കർത്താവുണ്ട്. അത് മനസ്സിലാക്കിയതാണ് മോശ ഉറച്ചു നിൽക്കുവാൻ കാരണമായി തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് മുഴുവൻ അതാ. എന്ത് സംഭവിച്ചു? അദൃശ്യനായിരിക്കും ദൈവത്തെ കണ്ടതുപോലെ അങ്ങ് വിശ്വസിച്ചു. കണ്ടില്ല, പക്ഷെ കണ്ടു. എങ്ങനെ കണ്ടു? അവരെ സെൻസ് ചെയ്തു, അവരത് മനസ്സിലാക്കി. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കാം, ഇന്ന് ദൈവം നമ്മളോട് കാണിക്കുന്ന വലിയ കരുണ എത്രമാത്രം വലുതാ. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ ഒരു ജനറൽ റെവലേഷൻ ഉണ്ട്. ആ റെവലേഷനിലേക്ക് കടക്കുന്നവർക്കാണ് ദൈവം സ്പെസിഫിക് റെവലേഷനിലേക്ക് നടത്തുന്നത്. അവരെ ദൈവം പ്രത്യേകമായ വെളിപ്പാടിലേക്ക് നടത്തും. ആ പ്രത്യേകമായ വെളിപ്പാട് ലഭിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ തേജോമയസ് അവർക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ആദ്യം കാണുന്നത് സർവശക്തനായിരിക്കും ദൈവത്തിൻ്റെ വെളിപ്പാട് അല്ല, പിന്നെയോ കാണുന്നത് വെറും ജനറൽ റെവലേഷൻ. നമ്മൾ മനസ്സിലാക്കണം എന്താ ഇവിടുത്തെ ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കേണ്ടതാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ സാധിക്കും? ഇവിടെ ഇന്ന് രാത്രി യേശു നമ്മുടെ നടുവിലുണ്ട്. ദൈവം ഇവിടെ ഉണ്ട്, യേശു ഇവിടെ ഉണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് വെറുതെ വന്നിട്ട് പോകുമോ? നിങ്ങൾ മനസ്സിലാക്കണം, എവിടെയെല്ലാം പഴയ നിയമകാലത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടിട്ടുണ്ട്, എവിടെയെല്ലാം പുതിയ നിയമത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടിട്ടുണ്ട്, അവിടെയെല്ലാം ക്രിയേറ്റീവായിട്ട് ചിലത് ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. ദൈവം ചില പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തിയിട്ടുണ്ട്, ദൈവം തൻ്റെ കരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളാണ് ഞാനും നിങ്ങളും പറയുന്നത് മിറക്കിൾസ് എന്ന് പറയുന്നത്. കാരണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഏത് പ്രവൃത്തിയാണെങ്കിലും ഇറ്റ്സ് എ മിറക്കിൾ. ദൈവത്തിന് മുൻപാകെ ഇറ്റ്സ് ആൻ ഓർഡിനറി തിങ്. പക്ഷേ ഞാനത് പ്രാപിക്കുമ്പോൾ അത് എനിക്കൊരു മിറക്കിളാണ്. കാരണം എൻ്റെ ബുദ്ധിക്കോ എൻ്റെ ചിന്തയ്ക്കോ എൻ്റെ യാതൊന്ന് കാര്യത്തിനോ മനസ്സിലാക്കുവാൻ സാധിക്കാത്തതാണ് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത്. എന്താ ഇവിടെ ആവശ്യമായിരിക്കുന്നത്? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന്. രണ്ടാമത്തെ ക്വാളിറ്റി, തന്നെ അന്വേഷിക്കുന്ന ഒരു ജനമുണ്ട്. ഇവിടെയാണ് ദ റിയൽ വർഷിപ്പർ ആൻഡ് ദ ഫാൾസ് വർഷിപ്പറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എന്താ ഇവിടുത്തെ വിഷയം? ആര് എന്നെ അന്വേഷിക്കുന്നുണ്ട്? ആർക്കാണ് എന്നെ വേണ്ടത്? ആരുടെ ജീവിതത്തിലാണ് എൻ്റെ കരങ്ങൾ വെളിപ്പെടുവാൻ ആവശ്യമായിരിക്കുന്നത്? ആർക്കാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ആവശ്യമായിരിക്കുന്നത്? അവരെയാണ് സ്വർഗത്തിലെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു ബെഥസ്ദാ കുളക്കരയിൽ ഒത്തിരി പേര് കടന്നിരുന്നു. പക്ഷേ അവിടെ ഒരൊറ്റ വ്യക്തിയുടെ അടുക്കിലേക്കാണ് കർത്താവായ യേശുക്രിസ്തു കടന്നു എന്നത്. യേശുക്രിസ്തുവിന് അറിയാം, അവൻ്റെ ആഗ്രഹം മനസ്സിലാക്കി, അവനൊരു ആവശ്യബോധമുണ്ടെന്ന് മനസ്സിലാക്കി യേശു അവിടെ കടന്നു ചെല്ലുവാൻ ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷെങ്കിൽ അനേക പ്രിയപ്പെട്ട രോഗികൾ കർത്താവായ യേശുക്രിസ്തു നടന്നപ്പോൾ വഴിനീളെ നടന്നു കാണുമായിരിക്കാം. എന്നാൽ അതിനകത്ത് ഒരൊറ്റ സ്ത്രീക്ക് മാത്രമേ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊങ്ങൽ തൊടണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടെന്നറിയാമോ? അവക്കൊരാവശ്യബോധമുണ്ടായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആവശ്യബോധം ഇല്ല എങ്കിൽ ദൈവത്തെ എനിക്കും നിങ്ങൾക്ക് തൊടുവാൻ സാധ്യമല്ല. സാധാരണ നമ്മൾ ദൈവത്തെ തൊടാത്തതിൻ്റെ കാരണം എനിക്കും നിങ്ങൾക്കൊരാവശ്യബോധമില്ല, എനിക്കും നിങ്ങൾക്കും നമുക്ക് ആവശ്യങ്ങളില്ല എന്നല്ല. ഈ ദൈവത്തിൻ്റെ അടുക്കൽ ഞാൻ വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ കരങ്ങൾ എൻ്റെ മേൽ സ്പർശിക്കണമെന്നുള്ള ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങൾ എനിക്കും നിങ്ങൾക്കും അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. ജാഗ്രത ദൈവത്തിൻ്റെ തിരുവചനപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുവാനിടയായി
തീരും. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവർക്കൊരാഗ്രഹമുണ്ട്, അവർക്കൊരാവശ്യബോധമുണ്ട്. ചിലത് അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് അവരുടെ ജീവിതത്തിൽ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. എന്താ ഈ ജാഗ്രതയോടെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കാരണമെന്ന് ഇവരോട് ചോദിച്ചാൽ അവർക്കറിയാം. ഇനിയും ദൈവത്തെ അന്വേഷിക്കേണ്ട ഒരു ചുമതല ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പാപം ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയത്. പൂർവ്വപിതാക്കന്മാർ പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ ഞാൻ അന്യപ്പെട്ടു പോയെങ്കിൽ ഇനി തിരിച്ചു മടങ്ങി വരേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുണ്ട്. ഇവിടാണ് ഒരു ആവശ്യബോധം വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരേണ്ട ഒരു ചിന്തയെ അവിടെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ കൂടെ ഒരു കാര്യം മനസ്സിലാക്കണം. ആക്ട്സ് അപ്പോസ്തലപ്രവൃത്തി 4:12 ആ ഭാഗം ഇപ്രകാരം: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്ത് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എല്ലാവരും ചേർത്ത് പറഞ്ഞാട്ട്, വേറൊരു നാമവുമില്ല. ശബ്ദമുയർത്തി പറഞ്ഞ, വേറൊരു നാമവുമില്ല. വേറെ ഒരു നാമവുമില്ല. എന്തിനില്ല? മറ്റൊരുത്തനിലും രക്ഷപ്പെടുവാൻ സാധ്യമല്ല. മറ്റൊരുത്തനിലും എന്നെ രക്ഷിക്കുവാൻ സാധ്യമല്ല. ഒരു വ്യക്തിക്കും എന്നെ വിടുവിക്കുവാൻ സാധ്യമല്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരൊറ്റ നാമമേ ഉള്ളൂ. അത് യേശുവെന്ന നാമമാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ആ നാമത്തെയാണ് അവർ അന്വേഷിക്കുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ടത് ഈ നാമത്തിന് മാത്രമേ ചെയ്തു കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ദൈവം അവനെ ഏറ്റവും അധികമായി ഉയർത്തി സകല നാമത്തിനും മേലായിരിക്കും നാമം നൽകി. മനസ്സിലാക്കണം, എല്ലാറ്റിനും മേലായിരിക്കും നാമം നൽകിയെങ്കിൽ, എല്ലാറ്റിലും ഉയർന്നൊരു നാമം നൽകിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങളാണ് അവരിൽ കൂടെ വെളിപ്പെടുന്നത്. കയ്യിൽ കുറവുണ്ടായിരിക്കാം, എന്നാൽ വിളിച്ചവൻ്റെ ഭണ്ഡാരത്തിൽ ഇന്നും ഒരു കുറവും വന്നിട്ടില്ല. അവൻ്റെ ഭണ്ഡാരത്തിൽ സകലം സമൃദ്ധമായി നിൽക്കുന്നുവെങ്കിൽ, കൃപമേൽ കൃപ തരുവാൻ അവൻ ശക്തനാകുന്നുവെങ്കിൽ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെയും നിങ്ങളുടെയോ ചില്ലി കാശല്ല എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് മുൻപിൽ പ്രത്യേകത. ഭൂമി മുഴുവൻ അവൻ്റെ കരങ്ങളായിരിക്കുന്നുവെങ്കിൽ, സകല ചരാചരങ്ങളും അവൻ്റെ കരങ്ങളായിരിക്കുന്നുവെങ്കിൽ, ആ ദൈവത്തിനാണ് വിടുവിക്കുവാൻ സാധിക്കുന്നതെങ്കിൽ, ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൻ്റെ 10,000 മില്യനോ ഡോളർ അല്ല എൻ്റെ മുൻപിൽ ഒരു വിഷയമായിരിക്കുന്നത്. എൻ്റെ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചാൽ എൻ്റെ ദൈവത്തിന് അത് എല്ലാം സാധ്യമായ കാര്യമാണ്. പക്ഷേ എനിക്കെന്ത് വേണം? എൻ്റെ ഈ ബുദ്ധിമുട്ടിൻ്റെ മധ്യത്തിൽ എൻ്റെ കൺസെപ്റ്റിൽ ഞാൻ നിൽക്കുമ്പോൾ, എൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് തോന്നും ഇത് അസാധ്യമാണോ, ഇതെന്നെ കൊണ്ട് നടക്കത്തില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നടക്കത്തില്ലെന്ന് പറയേണ്ടവൻ്റെ മുൻപിൽ അല്ല ഇന്ന് രാത്രി ആയിരിക്കുന്നതോ. ഇന്ന് രാത്രി ആരുടെ മുൻപിൽ ആയിരിക്കുന്നുവോ അവൻ ഒന്നേ പറയുവാനുള്ളൂ, സകലതും സാധ്യമാണെന്നോ. ഇതാ ഏതെല്ലാം അസാധ്യമാർഗ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇത് എനിക്ക് വേണ്ടി മാറ്റുമെന്ന് ചോദിച്ച് അങ്ങോട്ടൊരു പേപ്പർ വെച്ചുകൊണ്ട് അവിടെ അതിൻ്റെ അടിയിൽ സൈൻ ചെയ്യുവാൻ ഒരുവനുണ്ട്. ആ വ്യക്തി കഴിവില്ലാത്തവനല്ല, സകലത്തിൽ നിറവാണവൻ. എന്താ വേണ്ടത്? ജാഗ്രതയോടെ അന്വേഷിക്കണം. ജാഗ്രതയോടെ അന്വേഷിക്കണം. പറഞ്ഞു വന്നിട്ടാണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. ഒന്ന്, ആവശ്യം വരുമ്പോൾ തലയൊന്ന് കാണിക്കും, ആവശ്യമില്ലാതിരിക്കുമ്പോൾ തലയങ്ങ് പിന്നോട്ട് വലിക്കും. ഇതുകൊണ്ട് എന്ത് വരുന്നു? ഇവിടെയാണ് ജാഗ്രതയോടെ അന്വേഷിക്കുന്നവനും അല്ലാത്തവരുമായുള്ള വ്യത്യാസം വെളിപ്പെടുന്നത്. എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ റിയാലിറ്റി, സിൻസിയാരിറ്റി എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുവാൻ ഇടയായിത്തരുന്നത് നിങ്ങൾ മനസ്സിലാക്കണമേ. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഞാൻ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യവസ്ഥയില്ലാതെ, ഒരു മറ്റ് യാതൊന്നും ദൈവത്തിന് മുൻപാകെ പറയുവാനില്ലാതെ, ദൈവമേ നീയാണ് എന്നെ നിർമ്മിച്ചത്, നീയാണ് എന്നെ വീണ്ടെടുത്തത്, എന്നെ ഇതാ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നവരെയാണ് ദൈവത്തിന് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. മറ്റുള്ളവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല.
ജഡത്തിൻ്റെ ഇഷ്ടത്തിന് അനുസരണമായിട്ട് കടന്നു പോകുന്നുവെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിച്ചാൽ നടക്കത്തില്ല. പിന്നീട് എന്ത് വേണം? ജഡത്തെ മരിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ സകല സുഖങ്ങളും നഷ്ടപ്പെടാതെ ദൈവമായിട്ട് ബന്ധത്തിൽ നടക്കാമെന്ന് ചിന്തിച്ചുക ശുദ്ധ പോഷ്കാണ്. അതിനുവേണ്ടി അല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. നിനക്ക് ലക്ഷറി ലൈഫ് തരുന്നതിനകത്ത് ദൈവത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കൊട്ടാരത്തിലായിരിക്കാം നീ ജീവിക്കേണ്ടത്, എന്നാൽ നിന്റെ മുമ്പിൽ കാഴ്ചപ്പാടുണ്ടാകണം. മിസ്രൈമിൻ്റെ നിക്ഷേപമല്ല, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ അഭികാമ്യമെന്ന് ഒരു തീരുമാനമെടുക്കേണ്ടതാണ് ആവശ്യമായിരിക്കുന്നത്. സാധാരണ ലക്ഷറി ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുവാനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ലക്ഷറി ദൈവം തരുന്നത് അനുഭവിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ മറന്നു കളയരുത്, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുവാനുള്ള ഒരു മനസ്സ് വിട്ടുകളയരുത്. അത് വിട്ടുകളഞ്ഞാൽ യാതൊരു ഗുണവുമില്ല. അവിടെയാണ് ദൈവം ഇസ്രായേൽ മക്കളെ തള്ളിക്കളയുവാൻ കാരണമായി തീർന്നത്. എന്തു വേണം? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന്. തന്നെ അന്വേഷിക്കുന്ന ഒരു കൂട്ടമുണ്ട്, തന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ തിരുവചനത്തിന് മുൻപിൽ ഒന്ന് പറയുവാൻ സാധിക്കും, ദൈവത്തെ നാം ജാഗ്രതയോടെ അന്വേഷിക്കേണ്ടത് വളരെ ആവശ്യം. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട് വീണ്ടും ഒരിക്കൽ കൂടെ ആ വാക്യം ഒന്ന് വായിച്ചാട്ട്. എന്താണ് അവിടെ പറയുന്നത്? വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ആദ്യം മനസ്സിലാക്കണം ദൈവമുണ്ട്. 2, തന്നെ അന്വേഷിക്കുന്നവരാരുണ്ടോ അവർക്ക് എന്ത് ചെയ്യുന്നു? ഹി ഗിവ് റിവാർഡ്സ്, അവൻ പ്രതിഫലം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ അടുക്കൽ ആര് വന്നിട്ടുണ്ട്? ദൈവം അവരെ വെറുങ്കയായി അയച്ചിട്ടില്ല. ദൈവത്തിൻ്റെ അടുക്കൽ ആര് വന്നിട്ടുണ്ട്? ദൈവം അവർക്ക് പ്രതിഫലം കൊടുത്തിട്ടുണ്ട്. അവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമാണോ എൻ്റെ ദൈവം? നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 3-ാം വാക്യം, ആക്ട്സ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 26. ശ്രദ്ധിക്കുക, ആ വേർഡ് പറയുന്നു, നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളും തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനോ അവനെ അയച്ചിരിക്കുന്നു. അപ്പം ദൈവം യേശുവിനെ അയച്ചത് എന്തിനു വേണ്ടിയാ? അനുഗ്രഹിക്കാനാണ്. അപ്പോൾ ദൈവം യേശുവിനെ അയച്ചത് അനുഗ്രഹിക്കുവാനാകുന്നുവെങ്കിൽ 100% യേശു ക്രിസ്തുവിൽ കൂടെ എനിക്ക് എന്ത് പ്രാപിക്കാം? അനുഗ്രഹം. പക്ഷേ എന്താ എനിക്ക് ആവശ്യമായിരിക്കുന്നത്? എനിക്കൊരു വിശ്വാസം വേണം, ഈ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നവനാണ്. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം, തന്നെ കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം. അപ്പോൾ ഈ ദൈവം പ്രതിഫലം തരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമെങ്കിൽ, ദൈവത്തിൻ്റെ ദാസനെ പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ അവർ മനസ്സിലാക്കേണ്ട 2 കാര്യം. 1, ദൈവം അവിടെ ഉണ്ട്. 2, അവൻ പ്രതിഫലം കൊടുക്കുന്നവനാണ്. എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ പ്രതിഫലം തരിക തന്നെ ചെയ്യും. പ്രതിഫലം തരും. പ്രതിഫലം എനിക്കുള്ള അവകാശമാ. പ്രതിഫലം എനിക്കുള്ളതാ. പ്രതിഫലം എനിക്ക് അവൻ പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ട് അവനത് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെങ്കിൽ എനിക്കൊന്ന് വേണം, ഈ ദൈവത്തിൻ്റെ അടുക്കൽ ഞാൻ വരുമ്പോൾ അവൻ എനിക്ക് പ്രതിഫലം തരുമെന്നോ ഞാൻ മനസ്സിലാക്കണം. ഞാൻ ഓർക്കുന്നു, പാസ്റ്ററെ അല്ല ഞാൻ കാണുന്നത് എൻ്റെ ദൈവത്തെയാണ് കാണുന്നതെന്ന് പറയാമോ? ഇന്ന് രാത്രിയിൽ ഞാൻ വന്നിരിക്കുന്നത് ആ ദൈവത്തെ ആരാധിക്കുവാനാണെന്ന് പറയുവാൻ സാധിക്കുമോ? ആ ദൈവത്തിന് മുൻപിലാണ് ഞാൻ വന്നിരിക്കുന്നത് പറയുവാൻ സാധിക്കുമോ? ഇന്ന് രാത്രി തന്നെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ എനിക്കും നിങ്ങൾക്ക് വെളിപ്പെടുവാൻ സാധിക്കും. ദൈവത്തിന് വേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നോ അവൻ വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്ന പ്രതിഫലം കൊടുക്കുന്നുവെന്നോ അവൻ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ട ദൈവം എന്നിൽ കൂടെ ആഗ്രഹിക്കുന്നത് ഒരു സിമ്പിൾ ഫെയ്ത്ത്. ദാറ്റ്സ് ഓൾ. ഒരു ചെറിയ വിശ്വാസം. അതാണ് ദൈവം എന്നിൽ കൂടെ ആഗ്രഹിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കും. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടച്ചാട്ട് കർത്താവിൻ്റെ പരിശുദ്ധ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ തിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് രാത്രി എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, ഈ ദൈവത്തിൻ്റെ അടുക്കലാണ് ഞാൻ വന്നിരിക്കുന്നത്.
ഹല്ലേലൂയ. ദൈവം ഇന്ന് രാത്രി എന്നോടുകൂടെ ഉണ്ട്. ദൈവം ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിലുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ സാധിക്കും? എൻ്റെ ദൈവം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് കണ്ണുമടച്ച് വിശ്വസിക്കേണ്ട കാര്യമില്ല. പിന്നെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് ബോധം തരുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ നല്ല ആത്മാവ് ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് ബോധ്യം തരുന്നുവെങ്കിൽ, ഇന്ന് മനസ്സിലാക്കിയാട്ട് ഞാൻ വന്നിരിക്കുന്നത് അദൃശ്യനായ ദൈവത്തിന് മുൻപിലാണ്, ജീവിക്കുന്ന ദൈവത്തിന് മുൻപിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ അടുക്കലാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ദൈവ സാന്നിധ്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് ബോധ്യമുണ്ട്, ഇന്ന് രാത്രി ദൈവം എന്നോടുകൂടെയുണ്ട്. ഇന്ന് രാത്രി ദൈവം എന്നോടുകൂടെയുണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ ഞാൻ വന്നിരിക്കുന്നു, ദൈവം എന്നോടുകൂടെയുണ്ട്. ആ ദൈവം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ എന്താ ഗുണം? എനിക്ക് വേണ്ട പ്രതിഫലം സ്വർഗ്ഗത്തിലെ ദൈവം തരുന്നവനാ. എൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുന്നവനല്ല. എനിക്ക് മറ്റെങ്ങും പോകുവാനില്ല. എൻ്റെ യേശുവിൻ്റെ അടുക്കൽ മാത്രമേ എനിക്ക് പോകുവാനുള്ളൂ. എൻ്റെ യേശു ക്രിസ്തു മാത്രമേ എന്നെ അനുഗ്രഹിപ്പാനുള്ളൂ. ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞാട്ട്, എൻ്റെ മുൻപിൽ പല ശത്രുക്കൾ ഉണ്ടാകുമായിരിക്കാം, എൻ്റെ മുൻപിൽ പല പ്രതികൂലങ്ങൾ ഉണ്ടാകുമായിരിക്കാം. എൻ്റെ കർത്താവേ, എന്നെ വിടുവിപ്പാൻ നീ മാത്രമേ ഉള്ളൂ. എന്നെ വിടുവിപ്പാൻ നീ മാത്രമേ